ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളുമാണ് ജർമ്മനിയിൽ. എന്നുമെന്നും എല്ലാ നേരവും നമ്മുടേതായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കണമെന്ന് വാശി പിടിച്ചാൽ അത് മിക്കവാറും നടക്കുകയില്ല. ചിലപ്പോഴൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം. ജർമ്മൻസ് അവരുടെ ആഹാര കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. അത്തരത്തിലൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഓയിസ്റ്റർ മഷ്റൂംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സെലഞ്ചിനെല്ല അപ്പോഡ എന്ന് പറയുന്ന ഒരു തരം ഹെർബ്സ് ആണ്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. സൂപ്പ് റെഡിമെയ്ഡാണ് എടുക്കുന്നത്. രണ്ടും മഷ്റൂം സൂപ്പാണ്. ഈ സൂപ്പിനകത്ത് ധാരാളം ഡ്രൈ ആയിട്ടുള്ള മഷ്റൂംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാക്കറ്റിൽ എത്ര വെള്ളമാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രയും വെള്ളത്തിൽ ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുപ്പിലേക്ക് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. മറ്റൊരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം. മഷ്റൂംസ് ഇത്രയും കൂടുതലാണെന്നൊന്നും കണക്കാക്കണ്ട. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ചുരുങ്ങിപ്പോകും. ഇപ്പുറത്തെ അടുപ്പിലിരിക്കുന്ന സൂപ്പ് ഇളക്കാൻ മറന്നു പോകണ്ട, അല്ലെങ്കിൽ മുഴുവനും അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. മഷ്റൂമിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ളൂ എങ്കിലും മഷ്റൂം വെന്തിട്ടുണ്ട്. ഇനി ഇതിലൊരൽപ്പം പെപ്പർ പൊടി കൂടി ചേർക്കാം. മറ്റൊരു മസാലയും ഇതിലാവശ്യമില്ല. ഉപ്പും പെപ്പറുമെല്ലാം ഈ മഷ്റൂമിൽ പിടിക്കാൻ വേണ്ടി 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇപ്പം നമ്മുടെ സൂപ്പും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടിത് തിളച്ചിട്ടുണ്ട്. തിളച്ച് 1-2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ തന്നെ ഇത് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ ഒരല്പം മല്ലിയില ചേർത്താലും നല്ലത് തന്നെ. അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനാണ് ഏറ്റവും നല്ലത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് ഏത് സമയത്തും കുടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു സൂപ്പാണിത്. അതുപോലെ തന്നെ തണുപ്പ് സമയത്തും വൈകിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ അടിപൊളിയാണ്. ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ബ്രെഡ് കൂടി എടുക്കുന്നുണ്ട്. ഇത് വാൾനട്ട് ബ്രെഡാണ്. നിറയെ വാൾനട്ട് ഇതിലുണ്ട്. ഈ ബ്രെഡ് ഇങ്ങനെയാണെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തും കഴിക്കാം. ഇവിടെ കിട്ടുന്ന പ്രത്യേകതരം ബ്രെഡുകളാണിത്. മിക്കവാറും ബ്രെഡുകളിൽ എന്തെങ്കിലുമൊക്കെ നട്ട്സും സീഡ്സും ഒക്കെ ചേർത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വീറ്റ് ബ്രെഡാണ്. ഈ ബ്രെഡിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് സൂപ്പിൽ മുക്കി കഴിച്ച് നോക്കുകയെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.